ഇന്നേ ഒരു സ്പെഷ്യൽ മാങ്ങ പുളിശ്ശേരി വെക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഈ നാട്ടുമാങ്ങയുണ്ടല്ലോ, ഒഴിച്ചൂട്ട മാങ്ങ എന്നൊക്കെ പറയും ഇതിന്, അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാനൊന്ന് ഉരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തോടെല്ലാം ഉരിച്ച് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ തോട്, നമ്മുടെ ഉരിച്ച് മാറ്റിയ തോട് അല്പം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്നിങ്ങനെ ഞെരടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ സത്തെല്ലാം, ഈ മാങ്ങയുടെ സത്തെല്ലാം അതിൽ കാണും. അതും കൂടെ നമുക്ക് ഈ ചട്ടിയിൽ വെച്ചേക്കുന്ന ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു 2 പച്ചമുളക് ഒന്ന് കീറിയിടാം. കീറിയിട്ടിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കലക്കി നമുക്കൊന്ന് ഗ്യാസിൽ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് അതിലോട്ടൊന്ന് വയ്ക്കാം. നല്ല അടിപൊളി മണം വരണുണ്ട് കേട്ടോ ഈ നാട്ടുമാങ്ങയുടെ. ഒന്ന് നമുക്ക് ഇതിലോട്ടൊന്ന് വയ്ക്കാവേ, ഗ്യാസിലോട്ടൊന്ന് വയ്ക്കാം. വച്ച് ഇതൊന്ന് തിളക്കട്ടെ, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു അരപ്പ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. ഇതുണ്ടോ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില കൂടെ നമ്മൾ അതിലോട്ടൊന്ന് ചേർക്കുവാണ്. അതൊന്ന് കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് മാങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. നമുക്കപ്പോൾ ഒരു അരപ്പുണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട്. ഇതൊന്ന് അടച്ചിടാവേ. ഒരരപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരല്പം ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുവാണേ. നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഭയങ്കര ഫൈനായിട്ടൊന്നും അരയ്ക്കണ്ട. ഈ രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഈ അരപ്പിനെ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ മാങ്ങയിലോട്ട് ഒന്ന് ഒഴിക്കാവേ. ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. നല്ലവണ്ണം ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ചാൽ മതി, കാരണം തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയാൽ മതി. നമുക്ക് ഇത് റെഡിയായിട്ട് കിട്ടും. അതൊന്ന് തിളക്കട്ടെ. ആ സമയം നമുക്ക് കുറച്ച് തൈര് ഒരു 1/2 ഗ്ലാസ്, 3/4 ഗ്ലാസോളം തൈര് മതി. നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ 1/2 ഗ്ലാസ് മതി. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാവേ. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. പിന്നെ തീയുടെ ആവശ്യമില്ല. ഇത് നല്ല തിളച്ചിരിക്കുകയാണ്. നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് കടുക് താളിച്ച് എടുക്കാം. കടുക് താളിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് ഒരല്പം കടുകിടുന്നു. പിന്നെ ഒരല്പം ഉലുവ ഇടുന്നു. പിന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതൊന്നിടുന്നു. കുറച്ച് മതി. വറ്റൽമുളക് ഇട്ടതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞ് ഇതിലോട്ടൊന്ന് ചേർക്കുന്നു. അതാണ്ടോ, ഇതൊന്ന് നല്ലവണ്ണം ചുവന്ന് വരട്ടെ. ഒന്ന് നല്ലവണ്ണം ചുവന്ന് വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പുളിശ്ശേരിയിലോട്ട് ഇതിനെ നമുക്ക് ഒഴിക്കാം. ഒരല്പം കറിവേപ്പില കൂടെ ഇടാം. ഉള്ളിയെല്ലാം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലോട്ട് നമുക്കൊന്ന് ഒഴിക്കാം. കടുതാളിപ്പാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത്. ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിന് മാങ്ങയ്ക്ക് മധുരം കുറവാണ്, അതുകൊണ്ട് ഒരല്പം പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. മാങ്ങ പുളിശ്ശേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മാങ്ങ കിട്ടുവാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് മാങ്ങ പുളിശ്ശേരി ഒന്ന് വെച്ച് നോക്കണം. ഓക്കെ, അടിപൊളിയായിരിക്കും. ഓക്കെ, ബൈ.